ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് ഒരു ചെറിയ 2 ഉള്ളിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അത് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. നല്ല വലുപ്പത്തിൽ അരിയണ്ട, ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം നമ്മൾ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ച് അത് കൂട്ടും ചെയ്യുക കുറയ്ക്കും ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു പച്ചമുളകാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇല ഉണ്ടല്ലോ, മല്ലിച്ചപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കാം, എന്താ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, ചിക്കൻ വേവിച്ച് കണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉരുളൻകിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ചെറിയ 4 ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ചെറുതാണ്, നല്ല ചെറുതാണ്. അത് 4 ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ മസാല ഇവിടെ റെഡി ആക്കണം. അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. 2 കോഴിമുട്ടയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലാണ് അത് കോട്ടിങ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ ഒരു 3 ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചാണ്ട് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ ആവശ്യത്തിന് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചതുണ്ട്. അപ്പം ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കട്ടോ. ഒരു കോഴിമുട്ട എടുത്തിട്ട് നമ്മൾ ഈ മൈദയിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുളകളാക്കിക്കാണ്ട് ഈ മുട്ടൻ്റെ മേലെ നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒരു തേങ്ങൻ്റെ ഒരു ആകൃതിയിലാക്കിയാണ് നമ്മളൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും മസാല കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഈ മസാലയിൽ ഉടച്ചെടുത്തിട്ട് ഒരു കട്ട പോലും ഇല്ലാതെ തരി പോലും ഇല്ലാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടണം കേട്ടോ. അതായത് ഈ മസാലയിൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിക്ക് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മസാല ഒന്ന് കവർ ചെയ്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു തേങ്ങൻ്റെ ആകൃതിയിൽ, ഒരു ചെറിയൊരു തേങ്ങൻ്റെ ആകൃതിയിലാക്കി വന്നല്ലോ. അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഈ മൈദയിൽ മുക്കണം എന്നുള്ള ഇതൊന്നുമില്ല കേട്ടോ. അത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കുക. എന്നിട്ട് എന്താ പറയുക, ഒരു തിക്നെസ് കിട്ടിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ 3 നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഓരോന്ന് എടുത്തുകൊണ്ട് നമ്മൾ ഈ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 3 മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം
എല്ലാം റെഡി ആക്കണം. എന്നിട്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കുന്നത് അതിൽ ആവശ്യത്തിന് ഓയിലോ എന്താണെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏത് ഓയിലായാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എന്നിട്ട് മുക്കി പൊരിച്ചെടുക്കണം. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ, മുക്കി പൊരിച്ചെടുക്കണം. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് നോക്കിയത് നമ്മളെ തേങ്ങാമുറി ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇതിന് തലശ്ശേരി സ്പെഷ്യലാണിത് മെയിനായിട്ട്. നോമ്പ് തുറക്കുമ്പോഴും ഒക്കെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ച് മുളകും പൊടിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.